മുതലാളി. വാ നന്ദിച്ച, ഒരു ഡ്രിങ്ക് ഒഴിക്കട്ടെ? വേണ്ട മുതലാളി, ഒരിക്കലും അങ്ങനെ ഡ്രിങ്ക്സിനൊന്നും ക്ഷണിക്കാത്തതല്ലേ. ഇന്നെന്തൊരു പ്രത്യേകത? നീ കുടിക്കില്ല എന്ന് എനിക്കറിയാം നന്ദിച്ച. എന്തോ എന്ന് എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു, അതുകൊണ്ട് ചോദിച്ചാ. അങ്ങേക്ക് ഇത്ര സന്തോഷം വരുന്നുണ്ടെങ്കിൽ എന്തോ ഒരു നല്ല കാര്യം നടന്നിട്ടുണ്ടല്ലോ. ഇനിയും സംഭവിച്ചിട്ടില്ല, പക്ഷെ സംഭവിക്കും. എന്താ മുതലാളി അത്? ആ ശിവാനി ശരിക്കും സൗത്ത് അമേരിക്കയിൽ നിന്നാണോ വന്നിരിക്കുന്നത്, അതോ ഞാൻ മനസ്സിൽ കണക്കുകൂട്ടുന്നത് പോലെ അവള് ശരിക്കും ഒരു നാഗകന്യക തന്നെയാണോന്ന് ഇന്ന് നമുക്കറിയാൻ പറ്റും നന്ദീശ. ആണോ? അതെങ്ങനെ മുതലാളി? മനസ്സിലാവും നന്ദീശ. അവളുടെ റിയാലിറ്റി ചെക്ക് ചെയ്യാൻ ഇന്ന് ഞാനൊരു മുഹൂർത്തം കുറിച്ചിട്ടുണ്ട്. മുതലാളി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിന്റെ മൊബൈലിലേക്ക് ഇപ്പോൾ ഒരു വീഡിയോ വരും, അത് കാണുമ്പോൾ നിനക്കെല്ലാം മനസ്സിലാവും. നിന്റെ മുഖത്തെ ഈ ക്യൂരിയോസിറ്റി കാണുമ്പോൾ എനിക്ക് കിക്കേറി വരിക. ആ പാർക്കിൽ ഇപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചിന്തിക്കുക ഞാൻ. ഇഡിയറ്റ്, ഇവൻ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ എവിടെ പോയാലും എന്റെ പിറകെ വന്നോളും, എന്റെ വഴികളൊക്കെ തടസ്സപ്പെടുത്തിക്കൊണ്ട്. ഇപ്പൊ ഞാൻ ഇവന്റെ കണ്ണിലെങ്ങാനും പെട്ടാൽ തൃശ്ശൂരിൽ കാണാനുള്ള ഈ അവസരവും ഇവൻ ഇല്ലാതാക്കി കളയും. മനോഹരമായ ഈ നിമിഷവും നശിപ്പിച്ചു കളയും. നോ, അവൻ അവിടെ ഉള്ളതുകൊണ്ട് ഞാൻ അവിടേക്ക് ചെല്ലാൻ പാടില്ല. എന്താ ഇപ്പൊ ചെയ്യാ? ഹലോ നീലി, ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരാമോ? ആ ശിവാനി, ദാ വന്നു. ശിവാനി, എന്താ വിളിച്ചേ? അങ്ങോട്ട് നോക്ക്. ആ ഇഡിയറ്റ് എന്നെ ഫോളോ ചെയ്ത് ഇവിടേക്ക് വന്നിരിക്കുന്നു. ഞാൻ തൃശ്ശൂരിനോട് വരാൻ പറഞ്ഞ സ്ഥലത്തേക്ക് ഇവൻ വന്നിരിക്കുന്നു. എന്തെങ്കിലും ചെയ്ത് ആദ്യം ഇവൻ ഇവിടെ നിന്ന് വിളിച്ചോണ്ട് പോവോ? എവിടെ പോയി പഞ്ചവർണ്ണ തത്ത? എന്നെ പറ്റിക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണോ? ചുമ്മാ കളിപ്പിക്കായിരിക്കും. അല്ല, നിങ്ങളൊക്കെ എന്താ ഇവിടെ? ഞാൻ പ്രതീക്ഷിച്ചേയില്ല. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്നിട്ട് എവിടെ? നമ്മുടെ മാഡം വന്നില്ലേ? ആ വന്നിട്ടുണ്ട്. ആണോ? എന്നിട്ട് അവരെവിടെ? ദാ അവിടെ ഉണ്ട്. നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിരിക്കാ. വന്നട്ടെ. ഓ, നമ്മുടെ മാഡം എന്നെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞോ? എന്താണ് സാറേ ഇത്? ശർക്കര ചോദിച്ചപ്പോ ഈശ്വര പാൽപ്പായസമാണല്ലോ തരുന്നത്. ശരി, വേഗം പോവാം നമുക്ക്. നമ്മുടെ മാഡത്തിന് എന്നോട് എന്തെങ്കിലും ദേഷ്യം തോന്നി അവരുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആവുന്നതിന് മുൻപേ അങ്ങോട്ട് ചെല്ലാം. അതല്ല നല്ലത്. മാഡം അവിടെ കാണുന്നില്ലല്ലോ. മാഡം, മാഡം, മാഡം.
മാഡം ഹേയ് നമ്മുടെ മാഡം എവിടെ പോയി? ഒരു മിനിറ്റ് ഇവിടെ നിൽക്ക്, വിളിച്ചോണ്ട് വരാം. പെട്ടെന്നായിക്കോട്ടെ, വേഗം വിളിക്ക്. എന്തായി ചെയ്യുന്നത്? ഡു യു ഇവൻ നോ ഹു ഐ ആം? എന്റെ അടുത്താണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്? വെയിറ്റ് ടിൽ ഐ കോൾ ദി പോലീസ്. പോലീസ്! എവിടെ പോയി തൃശ്ശൂർ? ഇനി ചിലപ്പോ എന്നെ കാണാത്തോണ്ട് അവൻ പോയിട്ടുണ്ടാവോ? എന്താ എനിക്ക് എപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത്? തൃശൂൽ, തൃശൂൽ. എന്താ? അതെ, ഞാനതിനെ നിന്നെ അല്ലല്ലോ വിളിച്ചേ, തൃശൂലിനെയല്ലേ വിളിച്ചേ. ത്രിശൂലിനെയോ? അവൻ ആരാ നിങ്ങടെ? എടീ, നമ്മുടെ മകൻ തന്നെയല്ലേ അവൻ. ഓ, അങ്ങനെയാണോ? എനിക്കറിയില്ലായിരുന്നല്ലോ. ഓർമ്മിപ്പിച്ചത് എന്തായാലും നല്ല കാര്യമായി. നിനക്കെന്ന് എന്താ സംഭവിച്ചേ? ബന്ധമില്ലാതെ എന്തൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാൻ പിന്നെ എന്തു വേണം? കുറച്ച് ദിവസങ്ങളായി ഞാൻ വീട്ടിലേക്ക് വരുന്നതേ ഇല്ല. എപ്പ വരും എപ്പ പോവും ഒന്നും എനിക്കറിയില്ല. പകലെന്നോ രാത്രിയെന്നോ ഇല്ല. അവൻ എന്ത് ചെയ്യുന്നെങ്കിലും നിങ്ങൾക്കറിയോ? ഓ, ഇപ്പഴാ ഓർമ്മ വന്നേ. മുതലാളി എന്തിനു പറഞ്ഞേച്ചേക്കാ അവനെ? എന്താണ് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നതിന് മുൻപേ മുതലാളി പറഞ്ഞു എന്ന് പറഞ്ഞോണ്ടിരിക്കുക? അവര് മുതലാളിയാണെങ്കിൽ എന്റെ മകൻ 24 മണിക്കൂറും അവർക്ക് സേവനം ചെയ്യുമെന്ന് എഴുതി കൊടുത്തിട്ടുണ്ടോ? നീ എന്താ ചുമ്മാ ഇങ്ങനെ വായിട്ടലക്കുന്നേ? മുതലാളി പുതിയ എന്തൊരു പ്രോപ്പർട്ടി വാങ്ങാനുള്ള പ്ലാനില്ല. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടി അയച്ചാ അവനെ. നിന്നോട് അവനിങ് വന്നോളൂ. അതെ, ഒന്ന് കേട്ടിട്ട് പോ. എന്തിനാണ് എല്ലാത്തിനും അവനെ പറഞ്ഞു വിടുന്നത്? നിങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ മുതലാളിക്ക് വലം കൈ. നിങ്ങളെ അയക്കാൻ പറയൂ. എന്താ ആ ജോലി നിങ്ങളെ കൊണ്ട് പറ്റില്ലെന്നാണോ? പാതിരാത്രിയിൽ എന്നും എന്റെ മകനെ ഒറ്റയ്ക്ക് വിടുന്നു. മിനിങ്ങാവുന്ന രാത്രിയിലാണെങ്കിൽ കൈയും കാലും ഒക്കെ മുറിഞ്ഞിട്ടാ വന്നത്. അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. എന്റെ പൊന്നെ ഒന്ന് നിർത്താവോ? ഇങ്ങനെ ടെൻഷൻ ആവില്ല. ഇപ്പൊ തന്നെ ഫോൺ വിളിച്ച് അവൻ എവിടെയാണെന്ന് അന്വേഷിച്ചേക്കാം. ഈ കൺകെട്ടും ഡ്രാമയെല്ലാം നല്ലതുപോലെ ചെയ്യാൻ അറിയാലേ? ചുമ്മാ ഇരിടി. അയ്യോ, വീട്ടിൽ നിന്നാണല്ലോ വിളിക്കുന്നത്. ഹലോ അച്ഛാ. നീ ഇത് എവിടെയാ? ഹലോ, ഇവിടെ ഉണ്ട് അച്ഛാ. മുതലാളി പറഞ്ഞ അതേ സ്ഥലത്തുണ്ട്. കേക്കാൻ പറ്റുന്നില്ലടാ. പതുക്കെ പതുക്കെ പറഞ്ഞേ. എന്താ അച്ഛാ, കാര്യം എന്താ? ഇവിടെ ചെറിയൊരു സീനായതാ അമ്മയായിട്ട്. ഡാ, സമയം എത്രയായി? ഇങ്ങനൊക്കെ ആയി എങ്ങനെയാ? ഇവിടെ ചോദിക്കാനും പറയാൻ ആരും ഇല്ലേ? മകൻ ഇത്ര നേരമായിട്ട് എത്തിയില്ലെന്നും പറഞ്ഞ് നിന്റെ അമ്മയോട് വിഷമിച്ചിരിക്കുക. നീ ഇതെവിടെ പോയി കിടക്ക? എപ്പോഴും ഇങ്ങനെ പണിയെന്ന് പറഞ്ഞ് പോയാലേ കാര്യങ്ങളൊക്കെ കഷ്ടമാവും. ഇടയ്ക്ക് കുറച്ചു നേരം വീട്ടിലൊക്കെ വന്നിരിക്കും. ആയിക്കോട്ടെ അച്ഛാ, ഞാൻ വേഗം വരാം. എന്തായാലും അമ്മയോടൊന്ന് ടെൻഷൻ അടിക്കാതിരിക്കാൻ പറ. ആണോ? നിന്റെ അമ്മയോട് സമാധാനായിരിക്കണമെന്നോ? അവളുടെ ഇവിടെ തൊട്ടടുത്തുണ്ട് മോനെ. ആയിക്കോട്ടെ അച്ഛാ. ശരി ശരി, നിന്റെ അമ്മയോട് കാത്തിരിക്കുക. വേഗം വാ. അതേ മധു, നിന്റെ മോന്റെ കാര്യം അറിഞ്ഞില്ലേ? ഫോൺ ചെയ്താൽ നിന്നെപ്പറ്റി മാത്രമേ ചോദിക്കുന്നുള്ളൂ. എന്റെ കാര്യം അന്വേഷിക്കുന്ന പോലുമില്ല. എന്താ പറഞ്ഞേ? അവൻ എന്നെ കുറിച്ച് ചോദിച്ചുന്നോ? ഞാൻ നിങ്ങളുടെ അടുത്തുണ്ടെന്ന് നിങ്ങൾ അവന് സിഗ്നൽ കൊടുത്തത് ഞാൻ കണ്ടു. മുതലാളി വിളിക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ ഫോൺ ചെയ്തിട്ട് വരാം. നിങ്ങൾ ഒരിക്കലും നന്നാവില്ല. ഇതെന്തായത്? ഇന്ന് കാണാമെന്ന് പറഞ്ഞവരാരും കാണാനുമില്ല, വരാമെന്ന് പറഞ്ഞവരാരും വന്നിട്ടുമില്ല. കൂട്ടിക്കൊണ്ട് വരാൻ പോയവരുടെ യാതൊരു അഡ്രസ്സും ഇല്ല. ഒരു കാര്യം ചെയ്താ, അയ്യോ ബാറ്ററി ഇപ്പൊ തീരുമല്ലോ. ഇന്ന് എന്റെ ടൈമേ ശരിയല്ലല്ലോ.
ഈ മേഡവും ഇല്ല ആ മേഡവും ഇല്ല. വെറുതെ ടൈം വേസ്റ്റ് ആയി. ശരി, വീട്ടിൽ പോകാൻ നോക്കാം. അല്ല, ഫോണും കിട്ടുന്നില്ലല്ലോ. സ്വിച്ച് ഓഫ് ആയി പോയിട്ടുണ്ടാവോ? അവനെ ഞാനിനി എങ്ങനെ കാണും? ഇതെന്താ ഇങ്ങനെ? ആ പാമ്പ് പിടുത്തക്കാരൻ കുറെ നേരം മകുടി കുതിയിട്ടും ആ പെണ്ണിന് യാതൊരു പതർച്ചയില്ലല്ലോ. ഇനി ഇതെന്ത് പറയാനാ മുതലാളി? ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി നന്ദീശ. ക്ലാരിറ്റി കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിന്ന് ആലോചിക്കുന്നത് കാണുമ്പോൾ ആ പെൺകുട്ടിയെ പറ്റി തന്നെയാണോ? അതെ മുതലാളി, ആ പെൺകുട്ടിയപ്പം നാഗമല്ലെന്ന് മനസ്സിലായില്ലേ? മൾട്ടി മില്യണറായ ഒരാളുടെ ഒരേ ഒരു മകൻ. നമ്മുടെ ബിസിനസ് ഇന്റർനാഷണൽ ലെവലിൽ പറക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവളുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം. വളരെ അടുത്തിടപഴകണം. പാലായിട്ടിരുന്നാൽ കോഫി ഉണ്ടാക്കാം. പുളിച്ചു പൊന്തിക്കഴിഞ്ഞാൽ അത് പനീറായിട്ട് ഉപയോഗിക്കണം. റിസോഴ്സ് എന്തായാലും അത് കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നവനാണ് യഥാർത്ഥ ബിസിനസ്മാൻ. ഇനിയും 1 വർഷത്തിനുള്ളിൽ നാഗമാണിക്യം കാരണം നമ്മുടെ പൊസിഷൻ തന്നെ ചേഞ്ച് ആവും. ഇനി മുതൽ നമ്മൾ ഇന്റർനാഷണൽ ലെവലിലേക്ക് ചിന്തിക്കുന്നതിന് ഇപ്പോഴേ ഫൗണ്ടേഷൻ ഇടുന്നത് നല്ലതല്ല. ശിവാനി വർമ്മ എന്റെ പാർട്ട്ണർ ആവണം. എനിക്കെന്റെ ബിസിനസ് അവളിലൂടെ ലോകം മുഴുവനും വ്യാപിപ്പിക്കണം. പക്ഷേ അതത്രയ്ക്ക് ഈസിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല മുതലാളി. പ്രയത്നിക്കാതെ ചോദ്യം ചോദിക്കുന്ന നിന്റെ ഈ മോശം സ്വഭാവം നീ എപ്പം മാറ്റിയെടുക്കുന്ന നന്ദീശ? നമ്മുടെ മനസ്സിലുള്ള സ്വപ്നങ്ങളെല്ലാം എന്ത് സംഭവിച്ചാലും നടത്തിയെടുക്കുക തന്നെ വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ മുമ്പിട്ട പ്ലാനൊക്കെ? മോശം കാര്യം ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ ആശീർവാദം കൂടുതൽ വേണ്ടത്. നമുക്ക് വീട്ടിലൊരു പൂജ നടത്തി കളയാം. സത്യമാണോ നീ പറയുന്നത് ശിവാനി? അതെ നീലി, ഒന്നല്ല 5 പാമ്പാട്ടികളാണ് എന്റെ ചുറ്റും നിന്ന് മകുടി ഊതിക്കൊണ്ട് നിന്നത്. എന്നിട്ട് നീ നാഗമായില്ലേ? ഇല്ല, ശരിക്കും ഞാൻ വല്ലാതെ പേടിച്ചു പോയി. ഇപ്പോൾ നാഗമാകും. ഏത് നിമിഷവും നാഗമായാൽ എന്ത് ചെയ്യും? എന്റെ തൃശ്ശൂലാണെങ്കിൽ അവിടെ വന്നിരിക്കുന്നു. അവനെങ്ങാനും എന്നെ അങ്ങനെ കണ്ടാൽ
എന്ത് ചെയ്യുമെന്ന് കരുതി ആ സമയം ഞാൻ വല്ലാത്ത ടെൻഷനിലായിരുന്നു. പക്ഷെ നീ ഭയപ്പെട്ട പോലെയൊന്നും സംഭവിച്ചില്ലല്ലോ. അതെ ശൂര, ഞങ്ങൾ എല്ലാവരും കൂടി ആ പ്രേമരോഗിയെ വിളിച്ചോണ്ട് ദൂരേക്ക് പോയതാ. ഉം. ആ സമയത്താണ് മകുടി ശബ്ദം കേട്ടു തുടങ്ങിയത്. അത് കേട്ട് ഞങ്ങൾക്ക് 3 പേർക്കും തലകറങ്ങാൻ തുടങ്ങി. ഞങ്ങൾ ഇപ്പൊ വരാന്നും പറഞ്ഞ് അവൻ അവിടെ നിർത്തിയിട്ട് 3 പേര് ഓടി പോരുകയായിരുന്നു. ഞങ്ങൾ 3 പേരും ഒരു മരത്തിന്റെ പുറകിലെത്തി നിന്നു. എന്നിട്ട് നാഗമായി. പക്ഷേ ഞാൻ എന്തുകൊണ്ട് നാഗമായി മാറിയില്ല? എനിക്കിതൊക്കെ വല്ലാതെ വിചിത്രമായി തോന്നുന്നു. ശിവാനി, നീ പറയുന്നത് കേൾക്കുമ്പോ വിശ്വസിക്കാനേ ആവുന്നില്ല. ആ. ശിവാനി, നാഗമാത, ഞാൻ തന്നെ. ആഗമന കാരണം നാഗമാത. ഗുരുപൗർണമി നാളിൽ നാഗപുഷ്പം കൊണ്ട് ശിവലിംഗത്തിൽ ശിവപൂജ ചെയ്തില്ലേ? അതിന്റെ പരിണാമമാണിത്. ആണോ? അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ മകുടി ശബ്ദം കേട്ടാലും ഞാൻ നാഗമായി മാറില്ലേ? ഇല്ല ശിവാനി, ആ ശക്തിക്കും ഒരു കാലയളവുണ്ട്. 1 സംവത്സരമെങ്കിലും ഉണ്ടാകില്ലേ നാഗമാത? ഇല്ല. 1 മാസം? ഇല്ല. അത് 1 പക്ഷം കഴിയുന്നത് വരെ മാത്രമേ ശിവാനിക്ക് മകുടിനാദം കേട്ടാലും നാഗമാകാതിരിക്കാനുള്ള ശക്തി ഉണ്ടാകൂ. പക്ഷേ അത് മുൻപ് കഴിഞ്ഞ പൗർണമിയിൽ നിന്നും വരാനിരിക്കുന്ന അമാവാസി വരെ മാത്രം. എന്തായാലും നാഗമാത, അമ്മ കാരണം എനിക്ക് ഇങ്ങനെ ഒരു ശക്തി ലഭിച്ചിരിക്കുന്നു. അമ്മ ആ നാഗപുഷ്പ പൂജയെ പറ്റി പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതൊന്നും എനിക്ക് സാധ്യമാകുമായിരുന്നില്ല. എന്തു തന്നെയായാലും ശിവാനി, ഇനി മുന്നോട്ടും പല തടസ്സങ്ങളും പലരിൽ നിന്നും സംഭവിച്ചെന്നിരിക്കാം. നീ ശ്രദ്ധിച്ചു വേണം മുന്നോട്ടു പോകാൻ. അങ്ങനെ ആയിക്കൊള്ളട്ടെ നാഗമാത. കഴിയുന്നത്ര വേഗത്തിൽ എന്റെ മകൻ ആദിശേഷനെ കാണുവാൻ നിനക്ക് കഴിയുമാറാകട്ടെ. വളരെ നന്ദി നാഗമാത. ഏവർക്കും ശുഭം സംഭവിക്കട്ടെ. ദിഗ്വിജ, എന്തിനാ മോനെ എല്ലാരെയും വിളിപ്പിച്ചത്? എല്ലാവരോടുമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതിനുവേണ്ടിയാ വിളിപ്പിച്ചത്. എന്താണത്? എന്തെങ്കിലും ശുഭകാര്യമാണോ പറയാൻ പോകുന്നത്? നല്ല വാർത്ത തന്നെയാണ്. ത്രിവിക്രമന്റെ പേരിൽ നമ്മുടെ വീട്ടിലൊരു പൂജ നടത്തണം. ജാതകം നോക്കി പൂജ ചെയ്യണമെന്നുള്ള കാര്യം സ്വാമിജി പറഞ്ഞപ്പോ നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ നിന്റെ മുമ്പിൽ വെച്ച് സംസാരിച്ചില്ല, സ്വാമിയോട് സംസാരിച്ചിരുന്നു. പൂജയ്ക്ക് നല്ലൊരു മുഹൂർത്തം വേണമെന്ന് പറഞ്ഞപ്പോ ഇന്ന് തന്നെ നല്ലൊരു മുഹൂർത്തം കുറിച്ച് തന്നു. അതുകൊണ്ടാ ഞാൻ കാര്യങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ അറേഞ്ച് ചെയ്തത്. അറേഞ്ച്മെന്റ്സ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. കാരണം എന്താണെന്നറിയോ, ഈ പൂജയ്ക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട്.